പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 ഇഞ്ച് ഡെലിവറി സൈസിൽ വരുന്ന ഒരു BLDC പമ്പിനെ കുറിച്ചാണ്. കംപ്ലീറ്റ്ലി KCB കറണ്ട് ഇല്ലാതെ തന്നെ സോളാർ പാനലുകൾ വെച്ച് ഇത് വർക്ക് ചെയ്യിക്കാം. രണ്ടാമത്തെ കാര്യം എല്ലാവരും ചോദിക്കുന്നത് BLDC പമ്പുകൾ നമ്മൾ നോർമൽ കറണ്ടിൽ നിന്ന് കൊടുക്കാൻ നേരത്ത് കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ലാഭമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ന്യൂട്രലും ഫേസും ഇൻപുട്ടായിട്ട് കൊടുത്തു, നമ്മുടെ DC ഔട്ട് നേരെ മോട്ടറിലേക്ക് കൊടുത്തു. DC ആംബിയറാണ് ഈ കൊടുത്തേക്കുന്നത്. മോട്ടർ ഡ്രൈവായി തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 ഇഞ്ച് ഡെലിവറി സൈസിൽ വരുന്ന ഒരു BLDC പമ്പിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സാധാരണ DC പമ്പുകൾ 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ബ്രഷ് ടൈപ്പ് DC മോട്ടർ, ഒന്ന് ബ്രഷ്ലെസ് DC മോട്ടർ. അതിലിപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് ബ്രഷ് ഇല്ലാത്ത ടൈപ്പ്, കോൺടാക്റ്റ് പോയിൻറ്റുകളില്ലാത്ത BLDC പമ്പുകളാണ് നമ്മുടെ ഈ DC പമ്പുകളിലെ ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു 72 വോൾട്ട് 1100 വാട്ട്സ് വരുന്ന ഒരു 4 ഇഞ്ച് ഡെലിവറി സൈസിൽ വരുന്ന ഒരു പമ്പിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ നോർമലി നമ്മൾ സോളാർ പാനലിൽ നിന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4 പാനലോളം വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ അടുത്ത് ഇന്ന് സോളാർ പാനൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് നമ്മളൊരു 48 വോൾട്ടിൻ്റെ SMPS നിന്നാണ് കണക്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോട്ടർ 72 വോൾട്ട് ഉണ്ട്, 48 വോൾട്ട് സപ്ലൈ നമ്മുടെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പെർഫോമൻസ് ഡ്രോപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് വേണ്ട 17 ആംബിയറോ അതിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് മാക്സിമം വരുന്ന ഏകദേശം 15 ആംബിയറേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 48 വോൾട്ട് 15 ആംബിയറിൻ്റെ SMPSൽ നിന്ന് നമ്മുടെ 72 വോൾട്ടിൻ്റെ ഈ 17 ആംബിയറിൽ വരുന്ന വ്യത്യാസവും അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ഇഞ്ച് വരുന്നത്. ഇതൊരു സബ്മേഴ്സിബിൾ ടൈപ്പ് പമ്പാണ്. ഇതിൻ്റെ ഡെലിവറി സൈസ് ഞാൻ പറഞ്ഞ പോലെ 4 ഇഞ്ച് ഡെലിവറി സൈസാണ് വരുന്നത്. ഇതിന് മാക്സിമം ഹെഡ് 9 മീറ്ററേ കമ്പനി പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ തോട്ടങ്ങളിലെല്ലാം അത്യാവശ്യം തോട് കയറി നനയ്ക്കാനോ അല്ലെങ്കിൽ പാടത്തിൻ്റെ സൈഡിലുള്ള ചെറിയ കുളങ്ങളിൽ നിന്നെല്ലാം കൃഷി സ്ഥലത്തേക്ക് വെള്ളം അടിക്കാനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആഴമുള്ള കിണറുകളിലോ അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റുള്ള സ്ഥലങ്ങളിലോ ഇത് യൂസ്ഫുള്ളായിട്ട് വരില്ല. ഏകദേശം 42,000 ലിറ്ററാണ് ഇതിൻ്റെ മിനിമം ഹെഡിലുള്ള ഡിസ്ചാർജ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഏകദേശം 3-4 മീറ്റർ ആഴമുള്ളൊരു കിണറിലാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 30,000 ലിറ്ററിനടുത്ത് വെള്ളമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ SMPSൻ്റെ വോൾട്ടേജ് കുറവായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ചെറിയൊരു പെർസെൻറ്റേജ് ഒരു പെർഫോമൻസ് ഡ്രോപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്കിതൊന്ന് കിണറിലിട്ടിട്ട് നമുക്കൊന്ന് പമ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സോളാർ പാനലുകളില്ലാത്ത കാരണം ഞാൻ 48 വോൾട്ടിൻ്റെ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു SMPSൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ന്യൂട്രലും ഫേസും ഇൻപുട്ടായിട്ട് കൊടുത്തു, നമ്മുടെ DC ഔട്ട് നേരെ മോട്ടറിലേക്ക് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സപ്ലൈ കുറവായതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് കുറവ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ DC ആംബിയറാണ് ഈ കൊടുത്തേക്കുന്നത്. മോട്ടർ ഡ്രൈവായി തുടങ്ങി. 2.83 തൊട്ട് പയ്യെ നമ്മുടെ സോളാർ പമ്പുകളെല്ലാം ഇതേപോലെയാണ്. അവിടെ വെള്ളം ചാടി തുടങ്ങി. പതിയാണ് ഡ്രൈവായി വരിക. ഏകദേശം 10.2 ആംബിയറിൽ ഇപ്പോൾ സ്റ്റോപ്പായി, കാരണം നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കുറവാണ്. ബാങ്കിന് ഡിസ്ചാർജ് നോക്കാം. ശരിയാണോ? അടയ്ക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് കുറവായതുകൊണ്ട് താരതമ്യേന കുറഞ്ഞ ഡിസ്ചാർജാണ് കിട്ടുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ 4 ഇഞ്ച് ഡെലിവറി സൈസിൽ നിറഞ്ഞ് വെള്ളം വരിക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നമ്മുടെ ഒരു തോടൊക്കെ കീറി നനയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വെള്ളം ഒഴുകി ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ DC സപ്ലൈ വോൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 54.1 അല്ലെങ്കിൽ 54 വോൾട്ടാണ് നിലവിൽ നമുക്ക് സപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പകരം ഒരു 72 ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല പെർഫോമൻസിൽ മോട്ടർ വർക്ക് ചെയ്യും. സാധാരണ AC കറണ്ടിൽ നിന്ന് നമ്മളൊരു BLDC പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കറണ്ട് ലാഭിക്കാൻ പറ്റുമെന്നുള്ളത് എല്ലാവരും ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് വെറും 2.3 ആംബിയറിലാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു 1/2 HP മോട്ടർ തന്നെ ഏകദേശം 3-3.5 ആംബിയറാണ് നമ്മുടെ സാധാരണ AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന പമ്പുകൾ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇത്രയും വലിയ 4 ഇഞ്ച് ഡെലിവറിയുടെ ഒരു പമ്പ് കൊടുത്തിട്ടും നമുക്ക് നിലവിൽ 2.3 ആംബിയറാണ് എടുക്കുന്നുള്ളൂ. ഇതിലും കുറച്ചുകൂടെ ആംബിയർ കൂടുതലെടുക്കും നമ്മൾ വോൾട്ടേജ് കൂടുതൽ കൊടുക്കാൻ നേരത്ത്.
അപ്പോൾ എന്തൊക്കെയാണ് ഈ BLDC പമ്പുകളുടെ പ്രത്യേകത? ഒന്നാമത്തെ കാര്യം, നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി കറണ്ട് ഇല്ലാത്ത ഒരു സ്ഥലങ്ങളിൽ, ഒരു പാടത്തോ പറമ്പിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ്ലി KCB കറണ്ട് ഇല്ലാതെ തന്നെ സോളാർ പാനലുകൾ വെച്ച് ഇത് വർക്ക് ചെയ്യിക്കാം. രണ്ടാമത്തെ കാര്യം എല്ലാവരും ചോദിക്കുന്നത്, BLDC പമ്പുകൾ നമ്മൾ നോർമൽ കറണ്ടിൽ നിന്ന് കൊടുക്കാൻ നേരത്ത് കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ലാഭം ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കണ്ട പോലെ ഇപ്പോൾ ഒരു 2 HP ഒരു 4 ഇഞ്ച് ഡെലിവറിയുള്ള പമ്പ് നോർമൽ പമ്പുകളിൽ നമുക്ക് നോർമൽ AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന പമ്പുകളിൽ കിട്ടണമെങ്കിൽ 2 HP നോർമലി വരുന്ന ഒരു 4x4 സൈസ് പമ്പ് 2 HP സിംഗിൾ ഫേസിൽ വരുന്നത്. അതിന് ആവറേജ് നമ്മൾ നോക്കിയാൽ 12-13 ആംപിയർ വരെ ആയിരിക്കും അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ട പോലെ ഇപ്പോൾ 48 വോൾട്ട് കൊടുക്കുമ്പോൾ 3 ആംപിയർ കറണ്ട് എടുക്കുന്നുള്ളൂ. അത് 72-ൽ എത്താൻ നേരത്ത് കുറച്ചുകൂടെ കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഏകദേശം ഒരു 5-6 ആംപിയർ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഈസി ആയിട്ട് ഒരു സിംഗിൾ ഫേസ് ലൈനിൽ ഇത്രയും കറണ്ട് കൺസപ്ഷൻ കുറവിൽ നേരെ 50% കറണ്ട് കൺസപ്ഷൻ ലാഭത്തിൽ നമുക്കിത് ഓടിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്കിപ്പോൾ നോർമൽ വലിയ പമ്പുകൾ വയ്ക്കുന്ന എല്ലാം 3 ഫേസ് കണക്ഷനുള്ള സ്ഥലങ്ങളിലാണ്. അതിന് പകരം ഹെഡ് കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതേപോലത്തെ പമ്പുകൾ നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി ഞാൻ ആദ്യം പറഞ്ഞ പോലെ കറണ്ട് കൺസപ്ഷൻ ലാഭം കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ്. BLDC പമ്പുകൾ ഇപ്പോൾ നമ്മൾ കണ്ട 4 ഇഞ്ച് ഡെലിവറി പമ്പിന് എങ്ങനെ പോയാലും ഒരു 20,000 രൂപയുടെ മേളിൽ ഏകദേശം പ്രൈസ് വരും. അതുകൂടാതെ നമ്മളെ കണ്ട SMPSന് ആവറേജ് 8,000 രൂപയും അതിൻ്റെ പ്രൈസ് റേഞ്ച് വരും. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷേ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും ഒരു ലോങ് ടേം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ഒരു സേവിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും താനും. കാരണം ഇതൊരു സോളാർ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പോലും കറണ്ട് കൺസപ്ഷൻ നേരെ പകുതി റേഞ്ചിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ പമ്പുകളുടെ വീഡിയോകൾ കാണാനും ഇതേപോലെയുള്ള എക്സ്പെരിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്